കായംകുളം നഗരസഭയുടെ മുന്നിലെ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ നീക്കം ചെയ്യാൻ ശ്രമം നടക്കുന്നതാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. നഗരസഭയ്ക്ക് മുന്നിലേക്കാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. കായംകുളം നഗരസഭയ്ക്ക് മുന്നിലെ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ പൊളിച്ചു നീക്കാൻ ശ്രമം നടക്കുന്നെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മരിയാപുരം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ആ ഗാന്ധിജി ഈ കായംകുളം നിയോജക മണ്ഡലത്തിൽ ഏക ഗാന്ധിയുടെ പ്രതിമയാണ്. 10 വർഷം ഭരിക്കുമ്പോൾ എനിക്ക് ആ ഗാന്ധിജിയുടെ പ്രതിമ കാണുമ്പോൾ അതീവ ദുഃഖം വരുന്നു. നമ്മുടെ മനസ്സുകളിലെ പ്രതിഷ്ഠയാണ് മഹാനായ ഗാന്ധിജി. തന്റെ ജീവിതമാണ് തന്റെ സന്ദേശമെന്ന് ലോകത്തോട് പറഞ്ഞ ഗാന്ധിജി താൻ ഇന്ത്യയെ കണ്ടെത്താൻ 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന ഗോപാലകൃഷ്ണ ഗോഖലെയെ ഗുരുവായി സ്വീകരിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആർജവം ഏറ്റെടുക്കാൻ നിന്നപ്പോൾ സാക്ഷാൽ ഗോഖലെ ഗാന്ധിജിയോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യ ഒട്ടുക്ക് നടന്നു കാണൂ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ. ആ ഇന്ത്യ രാജ്യം സന്ദർശിക്കുന്നതിനിടയിലാണ് അദ്ദേഹം കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനുമായി കണ്ടുമുട്ടുന്ന 100ാം വർഷം നമ്മൾ ആചരിക്കുകയാണ്. 1924 ഇന്ത്യ പര്യടനത്തിനു ശേഷം അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന്റെ 100ാം വർഷം രാജ്യം സമുചിതമായി കൊണ്ടാടുകയാണ്. ആ യാത്രാ മധ്യത്തിലാണ് ഇവിടുത്തെ ചെയർപേഴ്സൺ മനസ്സിലാക്കണം ഒരു കാര്യം, നിങ്ങൾക്ക് കഴിഞ്ഞ ചരിത്രം മനസ്സിലാക്കാനാണ് ഇത് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നത്. അദ്ദേഹം തെക്കൻ ഇന്ത്യയായ തമിഴ്നാട്ടിൽ സന്ദർശിച്ചു കാൽനടയായി വൈഗ നദിയുടെ കരയിലെത്തി. അന്ന് അദ്ദേഹത്തിന്റെ വേഷം കോട്ടും സ്യൂട്ടും ഒക്കെ അദ്ദേഹം ലോകമറിയുന്ന അഭിഭാഷകൻ കൂടിയായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം തമിഴ്നാട്ടിൽ ചെന്ന വൈഗ നദിയിൽ തന്റെ മുഖം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിദാരുണമായ ഒരു കാഴ്ച അദ്ദേഹം മറുകരയിൽ കണ്ടു. ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു. T. സൈനുലാബുദ്ദീൻ, അഡ്വക്കേറ്റ് T. സമീർ, NDV, കറ്റാനം ഷാജി, അഡ്വക്കേറ്റ് A. ത്രിവിക്രമൻ തമ്പി, U. മുഹമ്മദ്, AP ഷാജഹാൻ, CA സാദിഖ, അവിനാഷ് ഗംഗൻ, ശ്രീജിത്ത് പത്തിയൂർ, N. രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.